നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ജൂൺ 8-ന് ആരംഭിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ഭാരവാഹികൾ അറിയിച്ചു. ഇത്തവണ 2000 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നിലവിൽ ഒരുക്കിയിട്ടുണ്ടെന്നും ഇതിനു പുറമെ 67 സെന്റ് സ്ഥലവും പാർക്കിങ്ങിനായി വാങ്ങിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉത്സവം ജൂലൈ 4-ന് സമാപിക്കും. ശ്രീ കൊട്ടിയൂർ മഹാക്ഷേത്ര വൈശാഖ മഹോത്സവം ജൂൺ 8-ന് ആരംഭിച്ച് ജൂലൈ 4-ന് സമാപിക്കുമെന്നും ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി വരികയാണെന്ന് ദേവസ്വം ഭാരവാഹികൾ അറിയിച്ചു. പാർക്കിങ്ങിനായി മുൻ വർഷങ്ങളെ പോലെ തന്നെ ഏതാണ്ട് 2000-ഓളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ദേവസ്വം ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ 67.5 സെന്റ് സ്ഥലം വിലക്ക് വാങ്ങാനുള്ള അനുമതി ദേവസ്വത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രോസസ്സിംഗ് ആണ്. അത് ഈ വർഷം നമുക്ക് ഭക്തജനങ്ങൾക്കായി തുറന്നു കൊടുക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. ശുദ്ധജല വിതരണത്തിനായി ദേവസ്വത്തിൻ്റെ കിണറുകൾ എല്ലാം തന്നെ ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധീകരിച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം പുതിയൊരു കിണർ നമ്മൾ നിർമ്മിക്കുകയുണ്ടായി. കൂടാതെ ഈ വർഷം ആ കിണറിനോട് ചേർന്ന് തന്നെ ഒരു വാട്ടർ ടാങ്ക് സംവിധാനം കൂടി നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഭക്തജനങ്ങൾക്ക് ഈ വർഷം കടുത്ത മഴയിലാണല്ലോ ഉത്സവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൂടുവെള്ളം നൽകാനുള്ള ഒരു സംവിധാനം ഒരുക്കുന്നുണ്ട്. അത് ക്യൂവിൽ നിൽക്കുന്ന ഭക്തന്മാർക്ക് കിഴക്കേ നടയിലും അതേപോലെ തന്നെ പടിഞ്ഞാറ് നടയിലുള്ള ഭക്തന്മാർക്ക് ചൂടുവെള്ളം അല്ലെങ്കിൽ ചുക്ക് കാപ്പി വിതരണം ചെയ്യാനുള്ള സംവിധാനം ദേവസ്വം ഒരുക്കിയിട്ടുണ്ട്. താമസ സൗകര്യത്തിനായി ദേവസ്വത്തിൻ്റെ കെട്ടിടങ്ങളായ കൈലാസം, ഗംഗ, മഹാദേവ എന്നീ വിശ്രമ മന്ദിരങ്ങൾ എല്ലാം തന്നെ തുറന്നു കൊടുക്കുന്നതായിരിക്കും. കൂടാതെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അനുവദിച്ച ഒരു ഡോർമിറ്ററി ഉണ്ട്. അത് ഈ വർഷം ഉത്സവത്തിൻ്റെ തൊട്ട് മുന്നോടിയായി തന്നെ ഉദ്ഘാടനം ചെയ്ത് അതും ഭക്തജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നതാണ്. 2024 വർഷത്തെ വൈശാഖ മഹോത്സവ കാലത്ത് അഭൂതപൂർവമായ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടിട്ടും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സുഗമമായി നടത്താനായി. ഓരോ ഉത്സവ നാളിലും വാഹന പാർക്കിംഗ് ആണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഇക്കുറി 2000 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നിലവിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ 67 സെന്റ് സ്ഥലവും പാർക്കിങ്ങിനായി വാങ്ങിയിട്ടുണ്ട്. ശുദ്ധജലം, താമസ സൗകര്യം, സുരക്ഷ, സാനിറ്റേഷൻ, മാലിന്യ സംസ്കരണം എന്നീ സംവിധാനങ്ങൾ ശാസ്ത്രീയമായി ഒരുക്കിയിട്ടുണ്ട്. പ്രസാദ വിതരണത്തിന് കൂടുതൽ കൗണ്ടറുകൾ ഒരുക്കിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ദേവസ്വം ട്രസ്റ്റി എൻ പ്രശാന്ത്, എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഗോകുൽ, മാനേജർ കെ നാരായണൻ, ചന്ദ്രശേഖരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. വാർത്തയുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.